നമസ്കാരം. ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ. 1882 ജൂലൈ 1 ജനിച്ച് 1962 ജൂലൈ 1 അന്തരിച്ച് വെസ്റ്റ് ബംഗാൾ മുൻ ചീഫ് മിനിസ്റ്റർ കൂടിയായിരുന്ന ഡോക്ടർ BC റോയ് അവരുടെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. ഇന്ന് ഈ ഡോക്ടേഴ്സ് ഡേയിൽ നമ്മുടെ കൂടെയുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളും ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിരുന്ന ഡോക്ടർ ഷാജി പ്രഭാകരൻ സാറാണ്. നമസ്കാരം സർ. സർ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. സാർ, ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ എന്തുകൊണ്ട് ഡോക്ടറായി വന്നു എന്നുള്ള വേറൊരു ചോദ്യമാണ്. കാരണം വയനാട് സ്കൂളിൽ 6ാം ക്ലാസ് ഞാൻ 1ാം ക്ലാസ്സായിട്ട് ജയിച്ചപ്പോൾ അന്ന് അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്നോട് ചോദിച്ചു ആരാകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോലീസുകാരനാകണമെന്ന്. ആ ചിന്താഗതിക്കാരൻ കാലഘട്ടത്തിൻ്റെ ആ ഒരു സ്പന്ദനത്തിൻ്റെ ഭാഗമായി വൈദ്യമേഖലയിൽ നിന്നാൽ സമൂഹത്തിനും ബാക്കിയുള്ള ആൾക്കാർക്കും എൻ്റെ രീതിയിൽ എനിക്ക് സഹകരിക്കാൻ പറ്റും എന്ന ഒരു വിചാരം കൊണ്ടാണ് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് വന്നത്. പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുമ്പോൾ മുൻ മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിൽ ഞങ്ങൾ കേട്ടുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അന്നെല്ലാം ഞങ്ങൾ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ആൾക്കാർ. അന്നൊരു 2 മാർക്ക് കൂടെ കിട്ടിയിരുന്നതിൽ എനിക്ക് 3 കൊല്ലം മുമ്പേ MBBS കിട്ടുമായിരുന്നു. അന്ന് ഈ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ നടന്നുകൊണ്ട് ഞാൻ BSc കഴിഞ്ഞിട്ടാണ് വന്നത്. അതിനെനിക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ല. അത് ഭാഗ്യമോ നിർഭാഗ്യമാകാം. അതിനുശേഷമാണ് വൈദ്യശാസ്ത്രത്തിൽ വന്നപ്പോൾ, വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് ചികിത്സിക്കണം എന്നുള്ളതാണ്. അതായത് എന്നെക്കൊണ്ട് ആവശ്യതയുള്ളവർക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. അത് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഈ വിഭാഗമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഡോക്ടറായപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുട്ടികളുടെ ചികിത്സയ്ക്കുള്ള ഡോക്ടറാകണമെന്ന്. അത് കുട്ടികൾ എന്നെ കാണുമ്പോൾ കരയാൻ തുടങ്ങുന്നത് കൊണ്ടും എനിക്കന്ന് വലിയ മീശയും വലിയ കൃതാവൊക്കെ ഉള്ളത് കൊണ്ടും എൻ്റെ തന്നെ ഒരു അന്നവിടെ പ്രൊഫസറായിരുന്നോണം പറഞ്ഞാൽ നീ ഇതൊക്കെ ഒന്ന് ചെത്തി ഇളക്കിക്കട, ഇത് കണ്ട പിള്ളേർ എങ്ങനെ കരയാതിരിക്കും. അങ്ങനെയാണ് ഞാൻ അഡൽട്ട് മെഡിസിനിലോട്ട് വന്നത്. അതിനിടയ്ക്ക് കുറച്ച് നാൾ ഞാൻ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ വരുന്നതിന് മുൻപ് റേഡിയോ തെറാപ്പി മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ കൃഷ്ണൻ നായർ സാറിൻ്റെ ഹൗസ് ജനറൽ സാറിന് എന്നെ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആക്കണമെന്ന് വലിയ താല്പര്യമുണ്ടായി. പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിനകത്ത് സ്വീകാര്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെഡിസിനും അവിടെ നിന്ന് എൻ്റെ 2-3 ഗുരുക്കന്മാരുടെ ആ ഒരു റോൾ മോഡൽ കണ്ടുകൊണ്ടാണ് ഞാൻ ന്യൂറോളജിയിലോട്ട് വന്നത് തന്നെ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും ഗൂഗിൾ ഡോക്ടേഴ്സാണ്. അപ്പം ഞാനടക്കം പലരും എന്തെങ്കിലും നമുക്കൊരു സിംറ്റമോ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ വേഗം ഗൂഗിളിൽ നോക്കി ക്യാൻസർ വരിക എന്നുള്ളത് പലപ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ട്. അതിലെ ഡയഗ്നോസ് നോക്കിയിട്ട് നമുക്ക് ഇതെല്ലാം സെൽഫ് ഡയഗ്നോസ് മാറ്റിയിട്ട് ശരിക്കും ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? പലപ്പോഴും ഈ ഗൂഗിൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആൾക്കാർ നോക്കുന്നത് തന്നെ ശാസ്ത്ര പുരോഗതിയുടെ ഒരു പുതിയ രൂപമാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ എന്നെ ഒരു തലവേദനയായിട്ട് വരുമ്പോൾ ഈ തലവേദനയേക്കാൾ കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് ഇതിലെവിടെയെങ്കിലും ട്യൂമറുണ്ടോ എന്നുള്ളതാണ്. അത് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് പരിശോധിച്ചിട്ട് പറയുന്നതല്ല. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം സമൂഹത്തിന് നേരിടുന്നത്. അത് ഇപ്പോൾ കൈക്ക് സ്തംഭിതം വന്നാൽ സ്ട്രോക്ക് ആകണമെന്നില്ല, കൈക്ക് പെരുപ്പ് വന്നാൽ സ്ട്രോക്ക് ആകണമെന്നില്ല, നടുവേദന വന്നാൽ സ്പൈനൽ കോഡ് ട്യൂമർ ആകണമെന്നില്ല, ഫിറ്റ്സ് വന്നാൽ പോലും അത് ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. അത് ബ്രെയിൻ ട്യൂമറുകളിൽ വളരെ കൊച്ചു കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ തലവേദന എന്നുള്ളത്, ഇല്ലെങ്കിൽ മയക്കം എന്നുള്ളത്. മയക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശന്നിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് പെൺകുട്ടികളാണെങ്കിൽ പീരിയഡ്സ് ഒക്കെ ചിലപ്പോൾ അല്ലാതെയും ഇത് വരാം.
ടെൻഷൻ വന്നാലും വരാം. ഇപ്പം ടെൻഷൻ ഉള്ള യുഗമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ ഈ ഭയം വരുന്നത് ഗൂഗിൾ കൊണ്ടാണ്. ഗൂഗിൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അതിനകത്ത് തെറ്റുകൾ പലതും വന്നിട്ടുമുണ്ട്. പണ്ട് നമുക്കങ്ങനെയല്ല, നമുക്കൊരു സംശയം വന്നാൽ ശരി അന്നത്തെ പ്രധാന ഡോക്ടറെ കണ്ട് ചോദിച്ചു നോക്കാം. ഇപ്പോൾ അങ്ങനെയല്ല, ഗൂഗിളിൽ നോക്കി അനായാസം കണ്ടുപിടിക്കുകയും അതിൻ്റെ നിവാരണത്തിനായിട്ട് വരികയും അപ്പോൾ തന്നെ അവരിലുണ്ടാകുന്ന സംശയങ്ങളും പേടിയുമാണ് അവരുടെ അസുഖം. അതാണ് ഞാൻ കാണുന്ന സാധാരണ സംഭവം. ഇപ്പം നമ്മൾ ഇപ്പം തലവേദനയുടെ കാര്യം പറഞ്ഞു, പല ടൈപ്പ് തലവേദന വരുന്നുണ്ട്. ഇപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്ക് ആയാലും മൈഗ്രെയിൻ ആയാലും പല. ഇപ്പം ഇതിനെല്ലാത്തിനുള്ള ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് ആണോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ കുഞ്ഞു കുട്ടികൾ? ഒരു പ്രധാനമായിട്ടൊരു കാരണം ഈ സ്ട്രെസ്സാണ്. ഇപ്പോൾ LKG പോകുന്ന കുട്ടി തൊട്ട് അവൻ ഏത് ഡിഗ്രിയിൽ പാസ്സായാലും അവന് സ്ട്രെസ്സാണ്. ജീവിതമേ സ്ട്രെസ്സാണ്. പണ്ടങ്ങനെയല്ല. നമ്മൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ വയനാട് സ്കൂളിൽ നിന്ന് വരിക, സ്ലേറ്റും പെൻസിലും എടുത്തെറിയുക, തട്ട് കളിക്കാൻ പോവുക, ഗോലി കളിക്കാൻ പോവുക, കുട്ടിയും കൊന്നും കളിക്കുക. ഇതങ്ങനെ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ എന്നോട് ചോദിച്ചു, അച്ഛാ വാട്ട് ഈസ് ദാറ്റ്? ഷീ ഡസൻ നോ. സ്ട്രെസ്സ് ഉള്ളവർക്ക് എന്ത് പറ്റും? ആയുസ് കുറയും. അതേപോലെ ഇതെല്ലാം ലൈറ്റായിട്ട് എടുക്കാനും അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാനും ശ്രമിച്ചാൽ പല അസുഖങ്ങൾക്കും ഒരു ചികിത്സയുടെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ട്യൂമേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് അതിൻ്റെ, നമുക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ ബോഡി കാണിക്കുമല്ലോ, അപ്പോൾ എന്തൊക്കെയാണ് അതിന് വരാവുന്ന സിംറ്റംസ്? എപ്പോഴാണ് ഒരു കൺസൾട്ടേഷൻ? അല്ല, ഒരു ഉദാഹരണമായിട്ട് ഇപ്പം മൈഗ്രെയിൻ എടുക്കുക. കൊടിച്ചെല്ലിക്കുത്തൊക്കെ മലയാളത്തിൽ പറയുന്നത്. ഇതിൻ്റെ പ്രത്യേക രീതികളുണ്ട്. അതൊരു ത്രോബിങ്, ഇങ്ങനെ വിങ്ങുന്നതായിട്ട് തോന്നും. അത് സ്ഥിരമായി ഒരു വശത്ത് മാത്രം നിൽക്കും. അത് ആ സ്ഥലത്തെ ഇല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കണ്ണിൻ്റെ കാഴ്ച ചിലപ്പോൾ കുറയ്ക്കും, ചിലപ്പോൾ ചിറി കൂടി വരാം, ചിലപ്പോൾ ഇവർക്ക് കൈക്കോ കാലിൻ്റെ ഒരു ചെറിയ പെരിപ്പോ തരിപ്പോ വന്ന് ഇവർ കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് മാറും. അപ്പോൾ അതെല്ലാം ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമല്ല. ബ്രെയിനിലോട്ട് പോകുന്ന രക്തക്കൊള്ളുകൾക്കുണ്ടാകുന്ന ഒരു സ്പന്ദനത്തിൻ്റെ ഭാഗമാണ്. അതിന് ചില ന്യൂറോ ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. അതാണിപ്പോൾ നമുക്ക് ഒരു കാര്യം എടുക്കുക. ഞാൻ പലപ്പോഴും ഈ കോവിഡ് വന്നപ്പോഴും മറ്റു മാരക രോഗങ്ങളും വന്നപ്പോൾ ഇവിടെ എല്ലാം നടന്ന് നോക്കിയിട്ടുണ്ട്. ഈ ഭിക്ഷക്കാർക്ക് കോവിഡില്ല. ഒന്ന്, കാരണം അവർ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. 2, അവർക്കിതിനെപ്പറ്റി ഒരു ബോധരേഷനില്ല. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രമുഖരായ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഡോക്ടറെ കാണാൻ വരുന്നതിൽ എത്ര പേർക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട്? ഞാൻ പറഞ്ഞു, ആത്മഹത്യാ പ്രവണതയെപ്പറ്റി ഞാൻ പരിശോധിച്ചിട്ടില്ല, ഒരു ശരിയായ പ്രവണതയല്ല എന്ന അഭിപ്രായക്കാരനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയക്കാരും ആത്മഹത്യ ചെയ്യില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് സമൂഹത്തിൽ നിൽക്കാൻ അറിയാം. എത്ര തോറ്റാലും അവർക്കൊരു പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ, ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലർ വെടിവെച്ച് കൊന്നു, മുസോളിനിയെ കെട്ടിത്തൂക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഹിറ്റ്ലർ മാത്രമേ ഉള്ളൂ ഞാൻ കണ്ട ഏക ഒരു അന്താരാഷ്ട്രീയ നേതാവ് സ്വന്തം വെടിവെച്ച് മരിച്ചത്. സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവൻ അവൻ്റേതായ ബ്രെയിനും അവൻ്റേതായ സെൻസും, അതിന് ഞങ്ങളിപ്പം പറയുന്ന ഒരു ടേമാണ് സയൻറ്റിഫിക് ടെമ്പർ. അവന് സയൻസ് അറിഞ്ഞുകൂടെങ്കിലും ആ ടെമ്പറുണ്ട്, ഇതിന് ശാസ്ത്രീയമായ ഒരു വശമുണ്ട്. അങ്ങനെയുള്ളവർക്ക് അസുഖം കുറവായിരിക്കും. ടെൻഷൻ കൂടുതലുള്ളവർക്ക്, ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുന്നവർക്ക്, ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നവർക്ക്, ജീവിക്കാൻ ഒരുപാട് നാൾ ആഗ്രഹമുള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്കെല്ലാം എല്ലാ അസുഖങ്ങളും, ഹാർട്ട് അറ്റാക്ക് തൊട്ട് സ്ട്രോക്ക് തൊട്ട് ആസ്മ തൊട്ട് വയറ്റിൻ്റെ അസുഖം തൊട്ട് അങ്ങനെ പലതും സംഭവിക്കാം. ഇതിനെല്ലാത്തിനും സ്റ്റാർട്ടിങ് നമ്മുടെ സ്ട്രെസ്സ് തന്നെയാണ്. ജീവിതത്തിൽ സ്ട്രെസ്സ് വേണം, പക്ഷേ അത് അമിതമാകുമ്പോഴാണ് അത് രോഗമായി മാറുന്നത്. അതിന് ചികിത്സയല്ല, അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് ആ ഡോക്ടറുടെ വിജയം. ഇപ്പോൾ ഡോക്ടർ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് മെഡിക്കൽ ഫീൽഡിലായാലും, പ്രത്യേകിച്ച് ന്യൂറോളജിസ്റ്റ് എന്നുള്ള രീതിയിലായാലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സും ടെസ്റ്റുകളായി കഴിഞ്ഞാൽ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് സ്ട്രോക്ക് എന്ന് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ വായിച്ചതനുസരിച്ച് 120 തൊട്ട് 140 ആൾക്കാർ വരെ 1 ലക്ഷത്തിൽ എടുക്കുകയാണെങ്കിൽ
ഒരു വർഷം സ്ട്രോക്ക് വരുന്നുണ്ട് എന്നുള്ളതുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഉണ്ട്. അപ്പം ഇത്രയൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്കിപ്പോൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ആൾക്കാർക്ക് ഈ സ്ട്രോക്കിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കുറവായതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് അത് വരാനായിട്ട്? ഇപ്പോൾ ഈ ഗൂഗിൾ ഡോക്ടർ വന്നതുകൊണ്ട് നേരത്തെ ചിലപ്പോൾ സ്ട്രോക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അതിന് ചില റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും. ഈ റിസ്ക് ഫാക്ടറെ ചികിത്സിച്ചുകൊണ്ട് സ്ട്രോക്ക് വരാതിരിക്കണം എന്നില്ല. അത് ബോഡിയിലുണ്ടാകുന്ന ഒരു വ്യതിയാനത്തിൻ്റെ ഭാഗമായി തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് ഒന്നുകിൽ രക്തഓട്ടം കുറയുക, അല്ലെങ്കിൽ രക്തക്കുഴൽ അടയുക, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടുക, ഇങ്ങനെ മുതലായവയാണ് സ്ട്രോക്കിൻ്റെ പ്രധാന കാരണം. അത് പഴയതിൽ നിന്ന് വളരെ കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായും പറയാം, സ്ട്രോക്കിൻ്റെ സിംറ്റം തുടങ്ങിയാൽ ഒരു 4-6 മണിക്കൂറിനകം നല്ല വൈദഗ്ധ്യമുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിൽ എത്തുകയാണെങ്കിൽ ഇവരുടെ സ്ട്രോക്ക് പലപ്പോഴും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ സന്തോഷകരമായ ഒരു വശം. അപ്പോൾ അത് പെരുപ്പാണ്, ഇത്തിരി എണ്ണയൊക്കെ ഇട്ടിരിക്കാം, പിറ്റേന്ന് പോകാമെന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് ചികിത്സിച്ചിട്ട് കാര്യമില്ല. പിന്നെ നാച്ചുറലായിട്ട് പിന്നെ വരാതിരിക്കാനുള്ള മരുന്നും ഫിസിയോതെറാപ്പിയും അങ്ങനെയുള്ള തെറാപ്പി കൊണ്ട് പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യുക, ഹാർട്ടിന് അസുഖം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, രക്തക്കുഴലിൽ അടവുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള മരുന്ന് കൊടുക്കുക. ന്യൂറോ റേഡിയോളജി ഓർ ഇൻ്റർവെൻഷണൽ ന്യൂറോളജി എന്ന് പറഞ്ഞ് തന്നെ ഒരു വിഭാഗം ഇപ്പോൾ ന്യൂറോളജിയിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സ്ട്രോക്കിൻ്റെ എന്തൊക്കെ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മളൊരു കൺസൾട്ടേഷൻ? പെട്ടെന്ന് ഒരു വശം വിലക്കുറവ് വരിക, ശരിക്കൊരു കോട്ടം വരിക, കാഴ്ച ഒരു വശത്ത് കുറയുക, തല പെരുപ്പായിട്ട് തോന്നുക, ഇതെല്ലാം അതിൻ്റെ ഏർലിയസ്റ്റ് സിംറ്റമാണ്. അത് സ്ട്രോക്ക് അല്ലെങ്കിൽ കൂടിയും വരാം. പക്ഷെ അവിടെയാണ് നമുക്ക് വേണ്ട ഒരു വൈദ്യസഹായത്തിൻ്റെ ആവശ്യം. നമുക്ക് എപ്പോഴും പറയുന്നതാണ്, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ എഴുതി തരുന്നു, അനാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് തരുന്നു എന്നുള്ളത് പൊതുവെ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. ശരിക്കും അത്രയും ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? അത് എന്തിനൊക്കെയാണ് ആ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് പറയും. ഈ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ 84-86 കാലഘട്ടത്തിൽ ഞാൻ DMന് പഠിക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്ന് ഈ CT സ്കാനും MRI സ്കാനും ഒന്നും ഇല്ലായിരുന്നു. അന്നും ആൾക്കാരെ ചികിത്സിച്ചിട്ടുണ്ട്. 98-100 വയസ്സായ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് എന്നെ കാണാൻ. അപ്പോൾ അത് മാറി വരുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു വൈകൃതമായ രൂപമാണ് ഈ ഇപ്പോൾ കാണുന്ന അനാവശ്യമായ ടെസ്റ്റുകൾ. സംശയമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം അതിനെ ആൾക്കാർ കാണുന്നത് ഡോക്ടർ ഷോപ്പിംഗ് എന്നുള്ള പേരിലാണ്. ഇന്ന് ഇയാളെ കണ്ട് അയാൾ സ്കാനൊന്നും എടുപ്പില്ല, എങ്കിൽ മറ്റേ ആളെ കണ്ടുള്ള. അത് ശരിയാണ്. ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ കേവലം 5 ന്യൂറോളജിസ്റ്റ് മാത്രമേ ട്രിവാൻഡ്രത്തുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 75-ൽ പരം ന്യൂറോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന് ലോകത്ത് എവിടെ ചികിത്സ കിട്ടും? അടുത്ത ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ക്ലിനിക്കുകൾക്ക് അമേരിക്കയിലുണ്ട്, നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ പോയി ചികിത്സിക്കാം, അല്ലെങ്കിൽ സർക്കാർ ലെവലിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതില്ലെങ്കിലും അവിടെയും ഉണ്ട് സ്ട്രോക്ക്, ഇവിടെയും ഉണ്ട് സ്ട്രോക്ക്, അവിടെയും ചികിത്സയുണ്ട്, ഇവിടെയും ചികിത്സയുണ്ട്. ഇവിടത്തേക്കാൾ കൂടിയ ചികിത്സയൊന്നും അവിടെ കിട്ടുകയില്ല എങ്കിൽ പോലും ആൾക്കാരുടെ മനസ്സമാധാനത്തിന് വേണ്ടി സാമ്പത്തിക ശേഷി അനുസരിച്ച് ഈ വിദഗ്ധ ചികിത്സ എന്നൊരു പേരും കൊടുത്ത് ഇതിനെ വിടുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ന്യൂറോ ഡിസീസസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കൂടുതലും ഫിലിംസിലൂടെ ആയിരിക്കും ഈ അൽഷിമേഴ്സ് ആയാലും പാർക്കിൻസൺസ് ആയാലും ഒരു കോമൺ ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പം അത് ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും? ഈ പറയുന്നതെല്ലാം ഒരു 40-45 വയസ്സിന് ശേഷമാണ് വരുന്നത്. പ്രായമായി വരുന്നതനുസരിച്ച് കുറേയൊക്കെ നമ്മൾ മറക്കും. അതിനെ ബിനൈൻ ഫർഗറ്റ്ഫുൾനെസ് ഓഫ് ദ എൽഡർലി എന്നാണ് പറയുന്നത്. അതായത് അത്ര മാരകമല്ലാത്ത മറവി എന്നാണ് പറയുന്നത്. പക്ഷേ അൽസൈമേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇതിങ്ങനെ അവർക്ക് നമുക്കറിയാം. ആദ്യമേ അവരെ ദിനചര്യ മറക്കുക, അവരുടെ സ്വന്തം കാര്യം നോക്കാൻ മറക്കുക, പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക, ഇങ്ങനെയുള്ളത് വരുമ്പോഴാണ് നമ്മൾ അൽസൈമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രായമാകുമ്പോഴല്ലാതെ തന്നെയും ഈ പാർക്കിൻസൺ രോഗം, കമ്പവാതം എന്ന് പഴയ ആൾക്കാർ പറയുന്ന ഈ വിറയൽ രോഗം ഇപ്പോൾ പുതുതായിട്ടും കാണുന്നുണ്ട്. വിറയലായിട്ട് ആദ്യം തുടങ്ങും, ഇവരുടെ മൂവ്മെൻറ്റ്സ് മോശമാകും, ഇവർ ചെറുതായിട്ട് കൂനും,
പഴയതുപോലെ സ്പീഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ വരും. അത് പലപ്പോഴും ചില മരുന്നുകളുടെ, പ്രത്യേകിച്ച് ഈ മാനസിക രോഗത്തിന് കൊടുക്കുന്ന മരുന്ന്, പല മരുന്നുകളുടെയും സൈഡ് ഇഫക്റ്റ് ആയിട്ടത് വരാം. പക്ഷെ ഞങ്ങൾ ഇതിനെല്ലാം ഡീജനറേറ്റീവ്, അതായത് ഓരോ കോശങ്ങളും നേരത്തെ നശിക്കുന്നു എന്നുള്ളത്, അത് ബ്രെയിനിൻ്റെ ചില പ്രത്യേക ഭാഗത്ത് സംഭവിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് പല രോഗങ്ങൾക്കും നമുക്ക് ചികിത്സ ഇല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നമുക്ക് കയ്യിലൊരു മുറിവ് ഉണ്ടാവുകയാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് ഒരു പീരീഡ് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസിനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ രോഗങ്ങൾ നമുക്ക് പറയാൻ പറ്റും? അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെർവിന് സാരമായ ഒരു മുറിവോ അവശതയോ പറ്റിയാൽ അത് ഒരു 80 തൊട്ട് 90% വരെ മാത്രമേ അത് റീജനറേറ്റ് ചെയ്ത് വരികയുള്ളൂ. അതിനൊരു കാരണം, ഇപ്പോൾ ഹാർട്ടിന് അസുഖം, ലങ്സിന് അസുഖം, ആസ്മ, ഗ്യാസ്, വയറ്റിളക്കം, വയറ്റുവേദന, അങ്ങനെയുള്ള അസുഖങ്ങൾ, വാദം, ഇതെല്ലാം ഒരു പരിധി വരെ അതിന് റെസ്റ്റ് കൊടുത്താൽ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യും. നേരെ മറിച്ച് ഞരമ്പ് സംബന്ധമായ രോഗമാണെങ്കിൽ കൂടുതൽ എക്സർസൈസ് കൊടുക്കണം. അപ്പോൾ ഈ നശിച്ചുപോയ കോശങ്ങൾ പുനരുദ്ധരിക്കാൻ ഈ എക്സസൈസ് സഹായിക്കും. ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള എക്സസൈസാണ് അവർക്ക് ആവശ്യം. പിന്നെ അഫ്കോഴ്സ് മരുന്ന് ചികിത്സയും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടി എല്ലാ ഡിസീസസിനും എടുത്താൽ റെസ്റ്റ് ഒട്ടും ആവശ്യമില്ലാത്ത, റെസ്റ്റ് കൊണ്ട് മാത്രം രക്ഷപ്പെടാത്ത ഒരു അവയവം ഉണ്ടെങ്കിൽ അത് ഈ നെർവസ് സിസ്റ്റമാണ്. ബ്രെയിൻ തൊട്ട് സ്പൈനൽ കോഡ് തൊട്ട് നമ്മുടെ പെരിഫറൽ നെർവ് തൊട്ട് ഞരമ്പ് തൊട്ടെല്ലാം. പിന്നെ ഡോക്ടർ, നമ്മുടെ എപ്പിലെപ്സി, മെനിഞ്ചൈറ്റിസ്, അതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു ഇതാണ്. അപ്പം അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇപ്പോൾ പഴയതുപോലുള്ള മെനിഞ്ചൈറ്റിസും എൻസെഫലൈറ്റിസും കുറവാണ്. കാരണം ഇൻഫെക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കോവിഡിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു ദിവസം അമേരിക്കയിൽ 50,000 പേര് മരിക്കുന്നു. ഇത്രയും ശാസ്ത്ര വികാസമുള്ള രാജ്യത്ത് ഇത്രയും പേര് മരിക്കുന്നു. വാക്സിൻ കണ്ടുപിടിച്ചു, അതങ്ങ് മാറി. അതുകണക്ക് ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്താൽ അങ്ങനെയാണ് പലപ്പോഴും ഈ അസുഖങ്ങളുടെ ബാഹുല്യം പണ്ടത്തതിൽ നിന്ന് മാറി വരുന്നത്. സാറൊരു 14ഓളം ബുക്ക് എഴുതിയിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ പണിപ്പുരയിലാണെന്നും പറഞ്ഞു. ഈ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഇതിനൊക്കെത്തിനും എങ്ങനെയാണ് അതിനൊരു ടൈം കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ബുക്ക് കേരളകൗമുദിയിൽ ഞാൻ മെഡിസിന് പഠിക്കുന്ന കാലം തൊട്ട് എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു. ചിന്തകൾ എന്നുള്ള പേരിലാണ് അത് എഴുതിയത്. അന്ന് ഏറ്റവും വലിയ ഞാൻ നേരിടുന്ന ദുർഘടാവസ്ഥ എന്ന് പറയുന്നത് എഴുതാൻ വലിയ പഠിത്തിരുത്ത് എഴുതി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വന്നതോടുകൂടി വോയിസ് മെസ്സേജ് കൊടുത്താൽ മതി, ഇത് റെക്കോർഡ് ചെയ്ത് പിന്നെ ഞാനൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരിക്കുന്ന ഒരു ദുശീലമാണ് ഈ സമൂഹമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്. ചികിത്സ മാത്രമല്ല, അവരുടെ സാഹചര്യവും അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പലതും കണ്ടെത്താൻ കഴിയും. അതിൽ നിന്നാണ് എൻ്റെ രചന വന്നത് തന്നെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഒരൊറ്റ ബുക്ക് ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. അത് ഞാനാക്കിയ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് 1968 തുടങ്ങിയിടം മുതൽ 2006 ഞാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആകുന്നതിന് മുമ്പ് റിട്ടയർ ചെയ്യുന്നവരെയുള്ള ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കഥ എഴുതി എന്നുള്ളതാണ്. അതിൽ ന്യൂറോളജി വളരെ കുറവാണ്. അതെങ്ങനെ വന്നു, ആദ്യം എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം ടെസ്റ്റുകളുണ്ടായിരുന്നു, അന്നെങ്ങനെയായിരുന്നു രോഗിയെ കണ്ടുകൊണ്ടിരുന്നത്, എന്തെല്ലാം ചികിത്സാ രീതികളുണ്ട്, അതിൽ നിന്ന് എന്തെല്ലാം മാറ്റം വന്നു, എത്ര പേര് വന്നു എന്നുള്ളത്. ഞാൻ 1995 പ്രൊഫസറായതിനു ശേഷം ഇന്ത്യയിൽ ആകമാനം 50-ൽ പരം ആൾക്കാർക്ക് DM ഞാൻ കൊടുത്തിട്ടുണ്ട്. പലർക്കും വളരെ ലിബറലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ അധ്യാപകർ അവർക്കെതിരെ നിൽക്കുമ്പോൾ പോലും ഞാൻ പറയാം, അതൊക്കെ മതി, അവർക്ക് അത്രയും നാളത്തെ എക്സ്പീരിയൻസല്ലേ ഉള്ളൂ, അവർക്കിനി ജീവിതം മുഴുവൻ എക്സ്പീരിയൻസല്ലേ കിടക്കുന്നത്.
വിജ്ഞാനം സമൂഹത്തിന് പകർന്നു കൊടുക്കണം എന്നുള്ളത് വളരെ ഒരു നിർബന്ധമുള്ള സംഗതിയാണ്. അത് വളരെ മോശമായിട്ട് കാണുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. ന്യൂറോ സംവാദം എന്ന് പറഞ്ഞൊരു പരിപാടി തീർത്ഥവാദ മണ്ഡപത്തിൽ വെച്ച് ഞാൻ മെഡിക്കൽ കോളേജ് പ്രൊഫസറായിരിക്കുന്ന സമയത്ത് ആൾക്കാരുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പ്രൊഫസർമാരും ഞങ്ങളുടെ കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റിൽ പോലും ഷാജിക്ക് വരെ പണിയൊന്നുമില്ല, രാത്രി പാത്രക്കുളത്തിൽ പോയി കിടക്കുന്നു. പാത്രക്കുളം എന്നാണ് തീർത്ഥാടന മണ്ഡപത്തിൻ്റെ പഴയ പേര്. അത് പലർക്കും അറിഞ്ഞുകൂടാ, അറിയാവുന്നവരാണ് ഈ പറയുന്നത്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച എൻ്റെ നാട്ടുകാർക്ക്, വയനാട്ടുകാർക്ക് ഒരു 5-6 മണിക്കൂർ ഫ്രീ സേവനം ഞാൻ വിട്ടുകൊടുക്കും. അതിനിടയ്ക്ക് സ്വകാര്യം പറയാനും പിരിവുകാരും വരും. അതിൽ ഒരു സമൂഹജീവിയാകുന്നത് എനിക്ക് ദന്തഗോപുരങ്ങളിലിരിക്കുന്ന ഈ ഡോക്ടർമാരെക്കാൾ എനിക്കിഷ്ടം മറ്റതാണ്. ഒരു ഗീവ് ആൻഡ് ടേക്ക്. പിന്നെ സാർ ഇത്രയും നാളും അധ്യാപകനായിരുന്നു, ഇപ്പം കൺസൾട്ടേഷൻ ഉണ്ട്. ഇത്രയും അറിവുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ അവസാനമായി നമ്മുടെ പ്രേക്ഷകരോടും പ്രത്യേകിച്ച് ഡോക്ടർമാരോടും എന്താണ് സാറിനൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, വ്യവസായവൽക്കരിച്ച ഒരു സംസ്കാരത്തിലോട്ട് വൈദ്യശാസ്ത്രം പോകുന്നതിൽ ഏറ്റവും ദുഃഖിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. കാരണം സമൂഹത്തോട് പ്രതിപത്തി വേണമെങ്കിൽ, സാമ്പത്തികമായ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ ആ ഡോക്ടർ ഒരു പരാജയമായിരിക്കും. യുവ ഡോക്ടർമാർക്കോട് എനിക്ക് പറയാനുള്ളത്, അവർ ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ കൊടുത്ത് ഉസ്ബെക്കിസ്ഥാനിലും ഉക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും നേപ്പാളിൽ നിന്നും എല്ലാം എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളെ ശരിയായ രീതിയിൽ വൈദ്യം പഠിപ്പിച്ചിട്ടേ അവർ പാസ്സാക്കും. നേരെ മറിച്ച് ഇന്ത്യയിൽ നിന്നൊരുത്തൻ ചെന്നാൽ അവൻ ഏറ്റവും എളുപ്പം ഈ പൈസ മുതലാക്കാൻ വേണ്ടി അവൻ അപ്പോഴേ പറഞ്ഞിങ്ങി വിടും. പക്ഷെ അവൻ ഈ സമൂഹത്തിന് പറ്റിയ ഒരാളല്ല. ഒന്ന് ഭാഷ, 2 പരിജ്ഞാനം. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജോ ആലപ്പുഴ മെഡിക്കൽ കോളേജോ തൃശ്ശൂരോ കോഴിക്കോട്ടോ പാലക്കാട്ടോ കൊച്ചിയോ മെഡിക്കൽ കോളേജോ എടുത്താൽ അവർക്ക് കാണാൻ വയ്യാത്തതിൽ കൂടുതൽ രോഗികളെ കണ്ട് ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും അവർക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ അതിൻ്റെ അവർ സമൂഹത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ഓർത്തിരുന്നാൽ അത് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ ധനം സമൂഹത്തിനൊരു വലിയ ധനമായി മാറും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. എന്തായാലും സാറിൻ്റെ കൂടെ ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിന് ഒരുപാട് ഭാഗ്യം തന്നെ ഞാൻ കരുതുന്നു. ഒരുപാട് അറിവുകൾ കിട്ടി. സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ സാറിൻ്റെ വിസിറ്റേഴ്സായാലും ഗസ്റ്റിനായാലും അതേപോലെ തന്നെ ഡോക്ടേഴ്സായാലും ഡോക്ടർ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കായാലും കുറേ അറിവ് കിട്ടിയൊരു സംവാദമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിൻ്റെ വിലയേറിയ സമയത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.